പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ വല്ലഭ മഹാക്ഷേത്രം. ഈ ക്ഷേത്രം പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും ശ്രദ്ധേയമാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ അഥവാ ആദിവിരാട പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവല്ലഭൻ എന്ന പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് തിരുവല്ല എന്ന പേരുണ്ടായത്. ക്ഷേത്ര ഐതിഹ്യത്തിലേക്ക് പോയാൽ പ്രാചീനകാലത്ത് തിരുവല്ല മല്ലികാവനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അക്കാലത്ത് അവിടം ഭരിച്ചിരുന്നത് തുകലൻ എന്ന ശിവഭക്തനായിരുന്ന അസുരനായിരുന്നു. തിരുവല്ലയ്ക്കടുത്തുള്ള തുകലശ്ശേരി എന്ന സ്ഥലത്തിന് ആ നാമം ലഭിച്ചത് തുകലൻ അവിടം ഭരിച്ചിരുന്നതിനാലാണ്. തുകലൻ ആ പ്രദേശത്തെ വിഷ്ണുഭക്തരെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ആ അവസ്ഥയിലും ശങ്കരമംഗലത്ത് മനയിലെ നാരായണൻ ഭട്ടതിരിപ്പാടും ഭാര്യയായ ചക്രോത്തമ്മയും സന്താന സൗഭാഗ്യത്തിനായി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു പോന്നിരുന്നു. കാലം കടന്നപ്പോൾ നാരായണ ഭട്ടതിരിപ്പാട് മരണപ്പെട്ടു. വിശ്വാസം കൈവിടാതെ ചക്രോത്തമ്മ അപ്പോഴും വ്രതം നോൽക്കുകയും ദ്വാദശിക്ക് ബ്രഹ്മചാരികൾക്ക് ദാനം നൽകുന്ന പതിവും തുടർന്നു പോന്നു. ഒരു ദ്വാദശിക്ക് ദാനം നൽകുന്നതിനായി ബ്രഹ്മചാരികളെ കാണാതെ വിഷമിച്ചിരുന്ന സമയത്ത് മുന്നിൽ അമ്മയെന്ന് വിളിച്ച് അതീവ തേജസ്സുള്ള ഒരു ബ്രഹ്മചാരി പ്രത്യക്ഷപ്പെട്ടു. ഭക്ഷണത്തിന് മുൻപ് അടുത്തുള്ള കുളത്തിൽ കുളിച്ചു വരാൻ ബ്രഹ്മചാരിയോട് പറഞ്ഞപ്പോൾ ഒഴുക്കുള്ള പുഴയിൽ കുളിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്ന് അവൻ പറഞ്ഞു. ബ്രഹ്മചാരിയായി വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് ചക്രോത്തമ്മയ്ക്ക് മനസ്സിലായി. ഭഗവാൻ അനുജനന്മാരോടൊപ്പം തുകലശ്ശേരിയിൽ പോകുകയും അവിടെ വെച്ച് തുകലനുമായി ഏറ്റുമുട്ടി സുദർശന ചക്രം പ്രയോഗിച്ച് തുകലനെ നിഗ്രഹിക്കുകയും തുടർന്ന് മണിമലയാറ്റിൽ കുളിച്ച് സുദർശന ചക്രം കഴുകുകയും ചെയ്തു. ഭഗവാൻ സുദർശന ചക്രം കഴുകിയ കടവ് ഇന്ന് ചക്രശാല കടവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശേഷം ചക്രോത്തമ്മയുടെ അടുത്തെത്തിയ ഭഗവാൻ ദാനം സ്വീകരിച്ച് ചക്രോത്തമ്മയുടെ പുത്രനായി ജീവിച്ച് മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാറ് ദർശനമായി സുദർശന ചക്രത്തെ പ്രതിഷ്ഠിച്ചു. ഇതാണ് ക്ഷേത്രത്തിലെ ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠയുടെ ഐതിഹ്യം. സുദർശനമൂർത്തി പ്രതിഷ്ഠ നടന്ന ഏറെക്കാലത്തിന് ശേഷമാണ് ശ്രീ വല്ലഭ പ്രതിഷ്ഠ നടന്നത്. ആ ഐതിഹ്യപ്രകാരം ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് വിഷ്ണുഭക്തയായ രാജ്ഞിക്ക് ഗരുഡ ഭഗവാന്റെ സ്വപ്നദർശനം ലഭിക്കുകയും നേത്രാവതി നദിയിൽ മറഞ്ഞു കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കണ്ടെത്തി ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് അരുളപ്പാടുണ്ടാകുകയും ചെയ്തു. മംഗലാപുരത്തെ നേത്രാവതി നദിയിൽ നിന്നും ആ ദിവ്യവിഗ്രഹം കണ്ടെത്തി തിരുവല്ലയിലേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠാസമയത്ത് തന്ത്രിക്ക് മൂത്രശങ്കയുണ്ടാകുകയും തന്ത്രി പോയി കുളിച്ച് തിരിച്ചെത്തുമ്പോൾ നാലമ്പലത്തിനുള്ളിൽ നിന്നും വാദ്യമേളങ്ങൾ കേൾക്കുകയും ചെയ്തു. അദ്ദേഹം ഓടിച്ചെന്ന് ശ്രീകോവിൽ തുറന്നു നോക്കിയപ്പോൾ കോടി സൂര്യന്മാരുടെ ചൈതന്യത്തോടെ ഭഗവാൻ പ്രതിഷ്ഠിതനായിരിക്കുന്ന അത്ഭുത ദൃശ്യം കണ്ടു. അതേസമയത്ത് ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു വൃദ്ധൻ പുറത്തേക്ക് നടന്ന് വടക്കു ദിശയിൽ അപ്രത്യക്ഷനായി. ആ വൃദ്ധൻ ദുർവാസാവ് മഹർഷിയായിരുന്നു. അതിനാൽ തന്നെ ശ്രീവല്ലഭ പ്രതിഷ്ഠ നടത്തിയത് ദുർവാസാവ് മഹർഷിയാണെന്ന് കരുതപ്പെടുന്നു. ഓരോ രാത്രിയിലും നടയടച്ച ശേഷം ദുർവാസാവ് മഹർഷി ഇവിടെ പൂജയ്ക്കെത്തുന്നു എന്നാണ് വിശ്വാസം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതും ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നതും ദർഭയും മണലും കൊണ്ട് തീർത്തതും ദുർവാസാവിനാൽ പ്രതിഷ്ഠിതമായതുമാണ് തിരുവല്ലയിലെ ശ്രീവല്ലഭൻ അഥവാ ആദി വിരാട പുരുഷൻ. നിത്യവും കഥകളി വഴിപാടായി നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീവല്ലഭ ക്ഷേത്രം. 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഇവിടെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, വരാഹമൂർത്തി, വടക്കും ദേവർ അഥവാ ശിവകുടുംബം, വേദവ്യാസൻ, ദുർവാസാവ്, കുരയപ്പസ്വാമി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുംഭമാസത്തിലെ ഉത്രട്ടാതിക്ക് കൊടി കയറി പൂയത്തിന് ആറാട്ട് വരുന്ന വിധത്തിലുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ശ്രീ വല്ലഭ ക്ഷേത്രത്തിലേത്.